രാജ്യങ്ങൾ കാണാനും ആസ്വദിക്കുവാനും ഇഷ്ടപ്പെടാത്തവരായി ആരും കാണുകയില്ല. അന്താരാഷ്ട്ര യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കായി 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ് എന്നിവയുൾപ്പെടെയുള്ള 29 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഓരോ തവണയും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ 5 വർഷത്തിനുള്ളിൽ യാത്രക്കാർക്ക് ഒന്നിലധികം പ്രാവശ്യം ഷെങ്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഈ പുതിയ വിസയുടെ പ്രത്യേകത. എന്നാൽ ഓരോ പ്രാവശ്യവും യാത്ര ചെയ്യുമ്പോഴേക്കും 180 ദിവസത്തെ കാലയളവിൽ നിങ്ങൾക്ക് 90 ദിവസം അവിടെ താമസിക്കാൻ കഴിയും. അതായത് 6 മാസത്തെ കാലയളവിൽ ഷെങ്കൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് താമസിക്കാൻ അനുവദിക്കുന്ന പരമാവധി സമയം 90 ദിവസമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഷെങ്കൻ വിസ ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവരിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. കോവിഡിന് ശേഷം 43.87% വർധനയാണ് ഉണ്ടായത്. 2025 ആയപ്പോഴേക്കും അതിൻ്റെ അളവ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഈ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ പ്രയോജനമായിരിക്കും. എന്താണ് ഷെങ്കൻ വിസ? ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ വിസ ഉപയോഗിച്ച് പോകാൻ സാധിക്കും? ആർക്കാണ് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ അനുവദിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഇക്കണോമിക് ഏരിയ പൗരത്വമില്ലാത്ത ആളുകൾക്ക് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഗവൺമെന്റ് നൽകുന്ന ഒരു വിസ പ്രോഗ്രാമാണ് ഷെങ്കൻ വിസ. ഈ വിസ ഉപയോഗിച്ച് രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് 90 ദിവസം അവിടെ താമസിക്കാനും യാത്ര ചെയ്യാനും അനുവാദമുണ്ട്. ഓസ്ട്രിയ, ബെൽജിയം, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, ഐസ്ലൻഡ്, ഇറ്റലി, ലാത്വിയ, ലെച്ചൻസ്റ്റൺ, ലത്വേനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലൻഡ്സ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, സ്ലൊവേക്കിയ, സ്ലൊവേനിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് ഈ വിസ ഉപയോഗിച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഷെങ്കൻ വിസ സാധാരണയായി ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മെഡിക്കൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിനായും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ജോലിക്കും പഠനത്തിനുമായി പോകുന്നവർക്ക് സ്റ്റഡി വിസയോ വർക്ക് വിസയോ വഴി മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു നല്ല ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രാവശ്യമെങ്കിലും ഷെങ്കൻ രാജ്യം സന്ദർശിച്ചവരോ അല്ലെങ്കിൽ UK, US, കാനഡ പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വിസ വേഗത്തിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൾട്ടിപ്പിൾ എൻട്രി അല്ലെങ്കിൽ ദീർഘകാല ഷെങ്കൻ വിസയ്ക്ക് യോഗ്യത നേടണമെങ്കിൽ നിങ്ങൾ പതിവായി ഷെങ്കൻ ഏരിയ സന്ദർശിക്കുന്ന ആളാണെന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഷെങ്കൻ ഏരിയ സന്ദർശിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കാണിക്കണം. കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വിസ റെക്കോർഡും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഷെങ്കൻ ഏരിയയിൽ കഴിയുമ്പോൾ നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്തിട്ടില്ല എന്നതിൻ്റെ തെളിവുകൾ കയ്യിൽ കരുതണം. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടി വിലയിരുത്തിയതിനു ശേഷമേ വിസ ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അതിന് എത്ര രൂപ ചെലവ് വരും? നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ഏത് ഷെങ്കൻ രാജ്യത്തേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുക. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസയ്ക്കായുള്ള അപേക്ഷയും സമർപ്പിക്കണം. വിസ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ യാത്രയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണം. നിങ്ങളുടെ അപേക്ഷ ശരിയാണെങ്കിൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂവിനായിട്ടുള്ള തീയതി ലഭിക്കുകയുള്ളൂ. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ വിജയിച്ചാൽ 15 മുതൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ ലഭിക്കും. കുട്ടികൾക്ക് 45 യൂറോയും മുതിർന്നവർക്ക് 90 യൂറോയുമാണ് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസയ്ക്കുള്ള ഫീസായിട്ട് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്.